ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ സുവോളജി പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഇസ് എ ടെക്നിക് ദാറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് വിച്ച് ദ ഫോളോയിങ് ഇൻ ടു ദ ഫാലോപ്പിയൻ ട്യൂബ്. ഇൻ വിട്രോ എന്ന് പറയുന്നത്, ഇൻ വിട്രോ ദ വേർഡ് മീൻസ് ഇൻ ലാബ്. ഇൻ വൈവോ എന്ന് പറഞ്ഞാൽ ഇൻ നാച്ചുറൽ കണ്ടീഷനാണ് ഇൻ വൈവോ. അപ്പോൾ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ടെക്നിക് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് വാട്ട് എന്നാണ്. എംബ്രിയോ ഈ ഫാലോപ്പിയൻ ട്യൂബിലേക്കാണ് അപ് ടു 8 സെൽഡ് സ്റ്റേജ്, എംബ്രിയോ 13 സെൽഡ് സ്റ്റേജ്, ദെൻ സൈഗോട്ട് ഓൺലി. അപ്പോൾ എംബ്രിയോ ഓൺലി എന്ന് പറയുമ്പോൾ either zygote or early embryo up to 8 celled stage. Zygote ആകാം അല്ലെങ്കിൽ early embryo up to 8 celled stage can be transferred into the fallopian tube എന്ന് പറയാം. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, അവിടെ ആ ഓൺലി ആണ് പ്രശ്നം ഉള്ള ആള്. ഓക്കെ, അപ്പോൾ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ട്രിപ്ലോയിഡ് നേച്ചർ ഇൻ ഫോളോയിങ് പ്ലാന്റ്സ്. ഇതായത് പ്ലാന്റ്സിൽ ഏത് സ്ട്രക്ചറാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് സ്ട്രക്ചറിനാണ് ട്രിപ്ലോയിഡ് 3n വരുന്നത്, പ്ലോയിഡി 3n വരുന്നതെന്നാണ്. മെഗാസ്പോറും മൈക്രോസ്പോറും എല്ലാം എന്താണ്, ഹാപ്ലോയിഡ് ആണ്. ബിക്കോസ് സ്പോർ മദർ സെല്ലുകൾക്ക് മിയോസിസ് നടന്നാണ് ഉണ്ടാകുന്നത് അല്ലേ. ഇപ്പോൾ മെഗാസ്പോർ ഹാപ്ലോയിഡ് ആണ്, മൈക്രോസ്പോറും ഹാപ്ലോയിഡ് ആണ്. എംബ്രിയോ എന്ന് പറയുന്നത് സൈഗോട്ടിന് മൈറ്റോസിസ് നടന്നുണ്ടാകുന്നതാണ്. സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്, അപ്പോൾ എംബ്രിയോയും ഡിപ്ലോയിഡ് ആണ്. എൻഡോസ്പേം ഉണ്ടാകുന്നത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൽ നിന്നല്ലേ, പെന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പെന്നുണ്ടാകുന്നത് ട്രിപ്പിൾ ഫ്യൂഷൻ വഴിയാണ്, അതായത് ഒരു മെയിൽ ഗമീറ്റും 2 പോളാർ ന്യൂക്ലിയയും. അപ്പോൾ എൻഡോസ്പേം ട്രിപ്ലോയിഡ് ആണ്. സോ ആൻസർ ഈസ് 4 ആണല്ലോ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതിൽ കുഴപ്പമില്ല, നമുക്ക് ആൻസർ തെറ്റേണ്ട കാര്യമില്ല അതിനകത്ത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, നോക്കോ. DDT residues are rapidly passed through food chain causing biomagnification because DDT is. DDTയുടെ ഇഫക്റ്റാണ് നമ്മൾ ആദ്യം ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് DDTയിലാണ്. നമുക്ക് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിൽ അത് പഠിക്കാനും ഉണ്ട് DDTയുടെ ബയോമാഗ്നിഫിക്കേഷൻ. അപ്പോൾ ഓരോ ട്രോഫിക് ലെവൽ കഴിയുമ്പോഴും എന്തുകൊണ്ടാണ് ഇൻഡിവിജ്വൽസിൻ്റെ ബോഡിയിൽ ഇതിൻ്റെ എമൗണ്ട് കൂടുന്നത്, ഇതിൻ്റെ എമൗണ്ട് മാഗ്നിഫൈ ചെയ്ത് വരുന്നത്? കാരണം ഇത് ഓരോ ട്രോഫിക് ലെവലിലും അഡിപ്പോസ് ടിഷ്യൂസിലാണ് ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂസ് ആണല്ലോ അഡിപ്പോസ് ടിഷ്യൂസ്. അപ്പോൾ അതായത് ഫാറ്റിൽ അല്ലെങ്കിൽ ലിപ്പിഡിൽ സോല്യൂബിളാണ് ഈ DDT എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ടർ സോല്യൂബിളോ ഒക്കെ ആയിരുന്നെങ്കിൽ ബോഡിയിൽ നിന്ന് പുറത്ത് കളയാമായിരുന്നു, യൂറിൻ വഴിയൊക്കെ പുറത്ത് കളയാമായിരുന്നു. പക്ഷേ ഇത് വാട്ടർ സോല്യൂബിൾ അല്ല. അതുമാത്രമല്ല, നമുക്ക് പെട്ടെന്നൊരു ടോക്സിക് ഇഫക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അത് ഉണ്ടാക്കുന്നുമില്ല കേട്ടോ. പെട്ടെന്ന് അത് അവിടെ അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്താണ് പിന്നെ അത് കാർസിനോജനിക് ഇഫക്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. അക്വാട്ടിക് ആനിമൽസിന് നോൺ ടോക്സിക് ആണ്, അതുകൊണ്ടാണ് അത് ബയോമാഗ്നിഫൈ ചെയ്യുന്നത്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ടോക്സിക് ഇഫക്റ്റ് ഇല്ല. ഓർഗാനിസം പെട്ടെന്ന് ചത്തുപോകുമൊന്നുമില്ല. കാർസിനോജനിക് ഇഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റബോളിസത്തിൽ തകരാറുകൾ വരുത്തുകയോ, ഇപ്പോൾ സീഗോളിൻ്റെയൊക്കെ ബോഡിയിൽ കാൽഷ്യം മെറ്റബോളിസത്തിന് തകരാറുകൾ വരുത്തി അങ്ങനെ എഗ്ഗിൻ്റെ ഷെല്ല് തിന്നായി, അങ്ങനെയൊക്കെയുള്ളൊരു ബാഡ് ഇഫക്റ്റാണ് ബയോമാഗ്നിഫിക്കേഷൻ DDT പോലുള്ള ഇൻസെക്ടിസൈഡ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് റീസൺ എന്ന് പറയുന്നത്, ബയോമാഗ്നിഫിക്കേഷൻ നടക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ലിപ്പോസോല്യൂബിൾ ആയതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് അഡിപ്പോസ് ടിഷ്യൂവിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ നമുക്ക് 4. The polymerase chain reaction, that is PCR, is a technique that PCR-ൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആംപ്ലിഫിക്കേഷൻ ഓഫ് ഡിസൈറബിൾ ജീനാണ് PCR-ൽ ചെയ്യുന്നത്. പിന്നെ മോളിക്കുലർ ഡയഗ്നോസിസ് ഓഫ് ഡിസീസസിനും ഒക്കെ നമ്മൾ PCR ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വരണം, എന്നിട്ട് വേണം ഓപ്ഷൻസ് നോക്കണം. അപ്പോൾ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. സോ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഇസ് എ ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻ വിട്രോ റെപ്ലിക്കേഷൻ ഓഫ് DNA, ഇൻ വിവോ
is used for in vivo replication of DNA, is used for in vivo synthesis of mRNA അല്ല, is used for in vitro synthesis of mRNA അല്ല, is used for in vitro എന്ന് പറഞ്ഞാൽ കൺട്രോൾ കണ്ടീഷൻസിൽ replication of specific DNA sequence using thermostable DNA polymerase. അല്ലാതെ വെറുതെ നമുക്ക് DNA replication, in vitro synthesis of DNA എന്നൊരു ഓപ്ഷനും ഇല്ല. എനിവേ ഇൻ വിവോ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ സെല്ലാണ്. വിത്തിൻ ദ സെല്ല് നമ്മൾ PCR ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇൻ വിട്രോ ആണെങ്കിലും വെറുതെ നമുക്ക് DNA റെപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. എന്ത് പർപ്പസാണ്, അത് എന്തിനാ, ആരെയാ എന്നെടുത്ത് പറഞ്ഞാലേ അത് PCR ആവുള്ളൂ. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതൊന്നും എന്തായാലും വരികയല്ല. അപ്പോൾ അത് കാരണം ഫോർത്ത് ഓപ്ഷൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5. Okay, how many pairs of homologous chromosomes are present in humans? Homologous chromosomes എന്ന് പറഞ്ഞാൽ haploid number of chromosomes ആണ്, that is 23. നമുക്ക് മൊത്തം 46 chromosomes ആണല്ലോ. അപ്പോൾ അത് homologous ആയിട്ട്. അപ്പം how many pairs of homologous chromosome എന്ന് പറയുമ്പോൾ ആക്ച്വലി ഫീമെയിൽസിൽ 23 pairs ഉണ്ട്, മെയിൽസിൽ 22 pairsേ ഉള്ളൂ, പ്ലസ് XY ആണ്. അപ്പോൾ XY തമ്മിൽ ഹോമലോഗിയില്ല. പക്ഷെ നമ്മൾ വെറുതെ ഇങ്ങനെ ജനറലായിട്ട് ഫീമെയിലിനോ മെയിലിനോ ഒന്നും വേർതിരിച്ച് ചോദിക്കാതെ വെറുതെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 23 തന്നെ പറയുക കേട്ടോ. 23. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, ദ ഓവറി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഈസ് കൺവേർട്ടഡ് ടു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആൻജിയോസ്പേംസിലെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ വരുന്നതാണ്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഓവ്യൂള് സീഡാകും, ഓവറി ഫ്രൂട്ടാണ് ആകുന്നത് അല്ലേ. അപ്പോൾ എനിത്തിങ് വിച്ച് ഡെവലപ്സ് ഫ്രം ഓവറി ഈസ് കോൾഡ് ഫ്രൂട്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എംബ്രിയോ, എൻഡോസ്പേം, സീഡ് അങ്ങനെയുള്ളതിലൊന്നും ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. അതൊന്നും ആരും തെറ്റിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ തേർഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. When both partners or components are affected negatively, the nature of interaction is. അതായത് ആ ഒരു ഇൻട്രാക്ഷനിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ട്നേഴ്സും നെഗറ്റീവായിട്ട് അഫക്റ്റഡ് ആവുകയാണ്. അപ്പോൾ അതിനെന്താ പറയുക, കമൻസാലിസം, പ്രിഡേഷൻ. കമൻസാലിസത്തിൽ ഒരാൾക്ക് ബെനിഫിറ്റും മറ്റേ ആൾക്ക് നോ ഇഫക്റ്റുമാണ്. പ്രിഡേഷനിൽ ഒരാൾക്ക് ബെനിഫിറ്റും മറ്റേ ആൾക്ക് നെഗറ്റീവുമാണ്. കോമ്പറ്റീഷനിലാണ് രണ്ട് പേർക്കും, കോമ്പറ്റീഷനിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ട്നേഴ്സിനും ലോസ് ഉണ്ടാവും. അപ്പോൾ അതാണ് ആൻസർ. കമൻസാലിസം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പോസിറ്റീവ്, ഒരാൾക്ക് നെഗറ്റീവും മറ്റേ ആൾക്ക് യാതൊരു ഇഫക്റ്റും ഇല്ല എന്നുള്ളതാണ് കേട്ടോ കമൻസാലിസം. അപ്പോൾ ആൻസർ കോമ്പറ്റീഷനാണ്, തേർഡ് ഓപ്ഷൻ. Okay, then question number 8. Okay, which one of the following is now being commercially produced by biotechnological procedures? ബയോടെക്നോളജി വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ മെഡിസിൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻസുലിനാണ്. അത് ഇപ്പോഴും നമ്മൾ വളരെ എന്താ പറയുക, വളരെ ഹ്യൂമൻ ഇൻസുലിനുമായിട്ട് ഒത്തിരി ഐഡൻറ്റിക്കലായിട്ടുള്ള ഇൻസുലിൻ നമ്മൾ ഈ കോളയെ കൊണ്ടൊക്കെ നമ്മൾ ബയോടെക്നോളജിക്കൽ പ്രോസസ്സ് വഴി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നിക്കോട്ടിൻ, മോർഫിൻ, ക്യുനൈൻ അങ്ങനെയുള്ളതൊന്നും നമ്മളെപ്പോഴും സാധാ പ്ലാന്റുകളിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബയോടെക്നോളജിക്കലായിട്ട് നമ്മൾ അതിനകത്തൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഇൻസുലിനാണ് ആൻസർ. 4. ദ ക്വസ്റ്റ്യൻ നമ്പർ 9. According to the Lac-Operon concept, which functional unit of the bacterial genetic material is responsible for suppressing the activity of the operator gene in the absence of lactose? നമുക്ക് ലാക്കോപ്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഈ കോളയിലെ ലാക്ടോസ് മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റാണ് ഓപ്രോൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലാക്കോപ്രോണിൽ എന്തൊക്കെ പാർട്സാണ് ഉള്ളത്? ലാക്കോപ്രോണിലൊരു റെഗുലേറ്റർ ജീനുണ്ട്, ഐ ജീൻ എന്ന് പറയും അല്ലേ, റെഗുലേറ്റർ ജീൻ. അതിനൊരു പ്രൊമോട്ടറുണ്ട്. പിന്നെ വരുന്നത് ലാക്കോപ്രോണിൻ്റെ പ്രൊമോട്ടറാണ്, പിന്നെ ഒരു ഓപ്പറേറ്റർ, പിന്നെ 3 സ്ട്രക്ചറൽ ജീൻസാണ്, ZYA. ഇതെല്ലാം ലാക്കോപ്രോൺ. അപ്പോൾ ഇതിൽ ഈ ഐ ജീൻ, റെഗുലേറ്റർ ജീൻ, ഇൻഹിബിറ്റർ എന്നുള്ള മീനിങ്ങിലാണ് ഐ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതൊരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീനാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ട്രാൻസ്ക്രൈബ് ചെയ്ത് RNA ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജീനാണ്. അതെപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്തൊരു പ്രോട്ടീൻ ഉണ്ടാകും. ദിസ് പ്രോട്ടീൻ ഇസ് എ റെഗുലേറ്റർ പ്രോട്ടീൻ. അപ്പോൾ ലാക്ടോസ് ഇല്ലെങ്കിൽ, മീഡിയത്തിൽ ലാക്ടോസ് ഇല്ലെങ്കിൽ ഈ ഓപ്രോൺ വെറുതെ വർക്ക് ചെയ്യണ്ടല്ലോ, ഈ ഓപ്രോൺ സ്വിച്ച് ഓഫ് ആയി നിൽക്കണം. അപ്പോൾ ഈ റെഗുലേറ്റർ ജീൻ എന്താ ചെയ്യുന്നത്? ഈ റെഗുലേറ്റർ ജീൻ ഉണ്ടാക്കുന്ന റെഗുലേറ്റർ പ്രോട്ടീൻ ഒരു റിപ്രസർ പ്രോട്ടീനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പോയിട്ട് ഓപ്പറേറ്റർ സീക്വൻസിൽ ബൈൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ RNA പോളിമറൈസ് എൻസൈമിന് പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുകയില്ല, കാര്യം അവിടെ പാത്വേ ബ്ലോക്ക്ഡ് ആണ്. അങ്ങനെ ZYA ട്രാൻസ്ക്രൈബ് ചെയ്യാതെ എൻസൈം ഒന്നും ഉണ്ടാക്കാതെ ലാക്കോപ്രോൺ സ്വിച്ച്ഡ് ഓഫ് ആകുകയാണ്. അപ്പോൾ ആരാണോ റെഗുലേറ്റ് ചെയ്യേണ്ടത് ഈ റെഗുലേറ്റർ പ്രോട്ടീനാണ്. അപ്പോൾ ആരാണോ റെഗുലേറ്റ് ചെയ്യേണ്ടത് അത് കാരണം ഓപ്രോൺ സ്വിച്ച് ഓഫ് ആകുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ നെഗറ്റീവ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ലാക്കോപ്രോണിൻ്റെ റെഗുലേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് കൺട്രോളിലാണെന്ന് പറയാനുള്ള റീസൺ അതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത് ചെയ്യുന്ന ആരാണ്?
ലാക്ടോസ് ഇല്ല എന്നുണ്ടെങ്കിൽ ലാക്കോപ്രോണിനെ സപ്രസ് ചെയ്യിക്കുന്നത് ആരുടെ പ്രൊഡക്റ്റാണ്? റെഗുലേറ്റർ ജീനിൻ്റെ പ്രൊഡക്റ്റാണ് അല്ലേ. റിപ്രസർ പ്രോട്ടീനാണ് അവിടെ അത് ചെയ്യുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏതാ? യൂണിറ്റ് ഓഫ് ബാക്ടീരിയൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ DNA പാർട്ട് വേണം എഴുതാൻ. അപ്പോൾ നമുക്ക് പോയി അത് ബൈൻഡ് ചെയ്യുന്നത് റിപ്രസർ പ്രോട്ടീനാണ്. പക്ഷേ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഏത് പാർട്ട് എന്ന് പറയുമ്പോൾ അത് റെഗുലേറ്റർ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന റെഗുലേറ്റർ ജീൻ എന്ന് തന്നെ ഉള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. സോ ആൻസർ ഈസ് 1. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, കാരണം നമുക്ക് റിപ്രസർ പ്രോട്ടീനും ഇതുമായിട്ട് ഭയങ്കര കൺഫ്യൂഷൻ വരും. ഓക്കെ, ദെൻ പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് Which method of animal breeding, animal husbandry എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്നതാണ് strategies for enhancement of food production is used in cattle which are below average in milk production. Low productivity എന്ന് പറയുന്നത് is a characteristic feature of inbreeding depression. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടെങ്കിലാണ് ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ലോ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇവിടെ ബിലോ ആവറേജ് മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ കുറയ്ക്കാനുള്ള ബെസ്റ്റ് മെത്തേഡ് ഈസ് ഔട്ട് ക്രോസിംഗ്. ഔട്ട് ക്രോസിംഗ് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ റെഡ്യൂസിങ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വാസ് ഇഫ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ്റെ സൊല്യൂഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഡയറക്റ്റ്ലി അല്ല അവർ പറഞ്ഞിട്ടുള്ളത് പ്രൊഡക്ടിവിറ്റി ഡിക്രീസസ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അതിന് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഇസ് എ ഔട്ട് ക്രോസിംഗ് എന്ന് നമുക്ക് പറയാം. സോ ദി ആൻസർ വിൽ ബി 1. Question number 11. A primate that existed 15 million years ago. 15 million years ago ഉണ്ടായിരുന്ന പ്രൈമേറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് രാമാപിത്തേക്കസ് ആൻഡ് ഡ്രയോപിത്തേക്കസ് ആണ്. ഇവർ രണ്ടുപേരുമാണ് നമ്മൾ പറയാം, നമ്മളെ ആൻസസ്ട്രിയിലേക്ക് വരുമ്പോൾ മങ്കിയിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ മങ്കി മനുഷ്യൻ ഇടയിലുള്ള ആളാണ്, അല്ലെങ്കിൽ മങ്കീസ് തന്നെയാണ് മോർ മാൻ ലൈക്ക് ആയിട്ട് വന്നതാണ് രാമാപിത്തേക്കസ് ആൻഡ് ഡ്രയോപിത്തേക്കസ്. മനുഷ്യ രൂപത്തിലേക്ക് വരുന്നത് ഈസ് ഹോമോ ഹാബിലസ് എന്ന് പറയാം. മനുഷ്യൻ്റെയും മങ്കിയുടെയും ക്യാരക്ടർ ഉള്ളത് അസ്ലോപിത്തേക്കസ് എന്ന് പറയാം. നട്ടല് നേരെയായി നടന്നു തുടങ്ങിയ ജീവികൾ ഹോമോ ഇറക്ടസ് എന്ന് പറയാം. അപ്പോൾ എവല്യൂഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രാമാപിത്തേക്കസ് ആണ് 15 million years ago ഉണ്ടായിരുന്നത്. Which one of the following is not used in organic farming? ഓർഗാനിക് ഫാമിങ്ങിൽ നമ്മൾ ഉപയോഗിക്കാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓർഗാനിക് ഫാമിങ്ങിന് കേട്ടോ, ഗ്ലോമസ്, എർത്ത് വേം, ഓസ്ലറ്റോറിയ, സ്നെയിൽ. അപ്പോൾ നമ്മൾ ഓർഗാനിക് ഫാമിങ്ങിൽ ഉപയോഗിക്കാത്ത ഗ്ലോമസ് മൈക്കോറൈസയുടെ ഒരു മെമ്പറാണ്. മൈക്കോറൈസ എൻഡോമൈക്കോറൈസ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ടൈപ്പ് ഓഫ് മൈക്കോറൈസ. അപ്പോൾ അതിൽ വരുന്നൊരു ഫംഗൽ കമ്പോണൻ്റാണ് ഗ്ലോമസ്. എർത്ത് വേം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വേമി കമ്പോസ്റ്റിനൊക്കെ ഓർഗാനിക് ഫാമിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെനുവറാണ് വേമി കമ്പോസ്റ്റ്. അപ്പോൾ അതിൽ നമ്മൾ എർത്ത് വേംസ് ഉപയോഗിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഓസ്ലറ്റോറിയ നൈട്രജൻ ഫിക്സറാണ്. അപ്പം ഓസ്ലറ്റോറിയ നമ്മൾ പാഡി ഫീൽഡ്സിലൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് നൈട്രജൻ ന്യൂട്രീഷന് വേണ്ടിയിട്ട്. സ്നെയിലിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആൻസർ 4th ഓപ്ഷനാണ് സ്നെയിൽ. അപ്പോൾ അത് കുറച്ച് നമുക്ക് അങ്ങനെ ഓപ്പണായിട്ട് നമുക്ക് ഒരു ചാപ്റ്ററിലും പറയുന്നില്ല. പക്ഷേ ഗ്ലോമസ്, ഓസ്ലറ്റോറിയ, പിന്നെ എർത്ത് വേമിൻ്റെ വേമി കമ്പോസ്റ്റിനെ പറ്റിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാരണം ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇച്ചിരി ഔട്ടെന്ന് തോന്നുമെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ CUETക്ക്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. ഓക്കെ, about 70% of total global carbon is found in. 70% കാർബണും ഓഷനിലാണ് കാണുന്നത് കേട്ടോ. ഡിസോൾവ്ഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോമിൽ ഓഷനിലാണ് കാണുന്നത്. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ്, അഗ്രോ ഇക്കോസിസ്റ്റത്തിലെല്ലാം കാർബൺ ഉണ്ട്, പക്ഷേ മെജോറിറ്റി കാർബണും ഓഷനിൽ ആണ് കാണുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ. അത് നമുക്ക് NCERTയിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടും ഉണ്ടല്ലോ, കാർബൺ സൈക്കിളൊക്കെ പറയുന്നതിൻ്റെ അവിടെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. Okay, then question number 14. Okay, which one of the following is a bacterial disease?
റസ്റ്റ് ഓഫ് വീറ്റ് പക്സീനിയ എന്ന് പറയുന്ന ഫംഗസാണ് ഉണ്ടാക്കുന്നത്. ടർണിപ്പ് മൊസൈക്ക് വൈറൽ ഡിസീസാണ്. ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിഫേഴ്സ്, ക്യാബേജ്, കോളിഫ്ലവർ, ബീട്രൂട്ട് അതിനൊക്കെ അസുഖം ഉണ്ടാകുന്നത്, അത് ബ്ലാക്ക് റോട്ട് എന്ന് പറയുന്നത് അതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിനൊക്കെ ഫംഗസാണ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിനൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത്? റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ കൊളിറ്റോട്രിക്കം ഫൽക്കേറ്റം അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിഫേഴ്സ് ആണ് ആൻസർ. തേർഡ് ഓപ്ഷൻ. ഓക്കെ. Hormone level reaches the peak during luteal phase of the menstrual cycle. ഏത് ഹോർമോണാണ് മാക്സിമം എത്തുന്നത് ലൂട്ടിയൽ സ്റ്റേജിൽ എന്നാണ് ചോദിക്കുന്നത്. ലൂട്ടിയൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് എ കോർപ്പസ് ലൂട്ടിയം. ലൂട്ടിയൽ സ്റ്റേജിൽ കോർപ്പസ് ലൂട്ടിയം ഫോർമേഷൻ ഹാസ് ഒക്കേർഡ്. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഫോർമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ദർ വിൽ ബി ആൻ എക്സസ് ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ. അപ്പോൾ ഏത് ഹോർമോണാണ് മാക്സിമം ലെവലിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്രൊജസ്ട്രോൺ. 16 ആണ് അടുത്ത നമുക്ക് ചെയ്യേണ്ടത്. ദ ഏലിയൻ സ്പീഷീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ലേക്ക് വിക്ടോറിയ ദാറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദ എക്സ്റ്റൻഷൻ ഓഫ് സിക്ലിഡ് ഫിഷ് സീസ്. ആഫ്രിക്കൻ ക്യാറ്റ്ഫിഷ്, വാട്ടർ ഹയാസൻ, ക്യാരറ്റ് ഗ്രാസ് ഒന്നുമല്ല, നൈൽ പെർച്ചാണ്. ലേക്ക് വിക്ടോറിയയിലേക്ക് നൈൽ പെർച്ച് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ആഫ്രിക്കൻ ക്യാറ്റ്ഫിഷൊക്കെ ഇന്ത്യൻ വാട്ടർ ബോഡീസിലൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യൻ ക്യാറ്റ്ഫിഷിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് ആഫ്രിക്കൻ ക്യാറ്റ്ഫിഷ്. വാട്ടർ ഹയാസൻ, ക്യാരറ്റ് ഗ്രാസ് ഒക്കെ പ്ലാന്റ്സ് ആണ്, ഏലിയൻ പ്ലാന്റുകളാണ്, അറിയാം അവരുടെയൊക്കെ അവരെ പ്രശ്നം. അപ്പം നൈൽ പെർച്ച് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടാണ് സിക്ലിഡ് ഫിഷസ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ആയി പോയത്. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ. മാച്ച് കോളം എ വിത്ത് കോളം ബി. ഇത് ഡിസീസസ് ആണ്. അമീബിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആണ്. അപ്പോൾ A2. ഡിഫ്തീരിയ, വൂപ്പിംഗ് കോഫ്, കോസ്ഡ് ബൈ കോർണിബാക്ടീരിയം ഡിഫ്തീരിയേ. ഡിഫ്തീരിയ വരാതിരിക്കാനുള്ള വാക്സിനാണ് ഡിഫ്തീരിയ ടെറ്റനസ് പെർട്ടൂസസ് വാക്സിൻ എന്ന് പറയാം. കോളറ, കോസ്ഡ് ബൈ വിബ്രിയോ കോളറേ. ഇറ്റ് ഇസ് correction is oral rehydration therapy. A large quantity of water and salts are lost through fecal matter in the case of cholera that need to be compensated. Syphilis is a sexually transmitted disease caused by Treponema palladium. 2341. 2341. Answer is option 2. Option 2. Question number 18. Okay, the most popularly known blood grouping is the ABO grouping system. It is named ABO and not ABC because O in it refers to having. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു പേര് കൊടുക്കാൻ വേണ്ടി AB എന്ന് കൊടുത്തതല്ലല്ലോ. അവിടെ നമ്മൾ RBCയുടെ സർഫസിലിരിക്കുന്ന ഷുഗേഴ്സ് ഏതാണ്? A ഷുഗറാണോ എന്നാൽ A ഗ്രൂപ്പ്, B ഷുഗറാണോ B ഗ്രൂപ്പ്, 2 ഷുഗറും ഉണ്ടെങ്കിൽ AB ഗ്രൂപ്പ്, 2 ഷുഗറും ഇല്ല എങ്കിൽ അതായത് ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനിൽ IgN വരണം. അപ്പോൾ ഈ പറയുന്ന ഷുഗറുകളില്ല, A ഷുഗറോ B ഷുഗറോ RBCയുടെ സർഫസിൽ ഇല്ല, അതുകൊണ്ട് നമ്മൾ O ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഓവർ ഡോമിനൻസ് ഓഫ് ദിസ് ടൈപ്പ് ഓൺ ദ ജീൻസ് ഫോർ A and B ടൈപ്സ് അല്ല. 1 ആൻറ്റിബോഡി ഓൺലി ഐദർ ആൻറ്റിജൻ A ഓർ ആൻറ്റിജൻ B ഓൺ ദ RBC അല്ല. O ഗ്രൂപ്പിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ നോ ആൻറ്റിജൻസ് A and B ഓൺ RBC അല്ലേ. ഗ്ലൈക്കോപ്രോട്ടീനുകളില്ല. A ഗ്ലൈക്കോപ്രോട്ടീൻ, B ഗ്ലൈക്കോപ്രോട്ടീൻ ഇല്ല. അതർ ആൻറ്റിജൻസ് ബിസൈഡ്സ് A and B ഓൺ RBCs അല്ല. സോ നോ ആൻറ്റിജൻ A and B. അപ്പോൾ തേർഡ് ഓപ്ഷനാണ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19. Egg apparatus in angiosperms consists of. അപ്പം ആൻജിയോസ്പേംസിൽ ഓവ്യൂൾ, മെച്ചർ ഓവ്യൂൾ ആലോചിച്ച് നോക്കുക. അതിനകത്ത് മെച്ചർ എംബ്രിയോസാക്ക് മൈക്രോപൈലാർ എൻഡിലാണ് എഗ് അപ്പാരറ്റസ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നടുക്കൊരു വലിയ എഗ് സെൽ, ഫീമെയിൽ ഗമീറ്റും 2 സൈഡിലായിട്ട് കുറച്ചും കൂടെ ചെറിയ സൈനർജിറ്റ്സും. ഇത് 3 കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത്രയും നോക്കിയിട്ട് വേണം, ആലോചിച്ചിട്ട് വേണം നമ്മൾ ഓപ്ഷൻ നോക്കാൻ. സോ 1 egg and 2 സൈനർജിറ്റ്സ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ട്. ആൻറ്റിപ്പൊഡൽ സെല്ലുകളൊക്കെ ചലസൽ എൻഡിൽ ആണ് ഇരിക്കുന്നത്. നമ്മൾ ആൻറ്റിപ്പൊഡൽസ് തന്നെയാണ് പറയുന്നത്. 2 പോളാർ ന്യൂക്ലിയൈ, ഓൾ ഓഫ് ദീസ് അല്ല. ഓപ്ഷൻ 1. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഓക്കെ, RNA പോളിമറൈസ് 1 ട്രാൻസ്ക്രൈബ്സ് rRNAs ശരിയാണ്.
അല്ലേ? പ്രൊക്യാരിയോട്സിൽ RNA, mRNA, tRNA എല്ലാ ടൈപ്പ് ഓഫ് RNA ഉണ്ടാക്കുന്ന ഒരൊറ്റ ടൈപ്പ് ഓഫ് RNA പോളിമറൈസേ ഉള്ളൂ. എന്നാൽ യൂക്യാരിയോട്സിലാണ് 3 ടൈപ്പ് ഓഫ് RNA പോളിമറൈസ് ഉള്ളത്. 1, 2, 3 എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടൈപ്പ് വന്നിട്ട് rRNA ആണ് ഉണ്ടാക്കുന്നത്. RNA പോളിമറൈസ് 2 ട്രാൻസ്ക്രൈബ്സ് snRNA അല്ല, അത് RNA പോളിമറൈസ് 3 ആണ് ഉണ്ടാക്കുന്നത്. 2 ഉണ്ടാക്കുന്നത് hnRNA ആണ്, ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA ആണ്. അപ്പോൾ അത് തെറ്റ്. RNA പോളിമറൈസ് 3 ട്രാൻസ്ക്രൈബ്സ് hnRNA അല്ല, ഞാൻ പറഞ്ഞു 2 ആണ്. RNA പോളിമറൈസ് 2 ട്രാൻസ്ക്രൈബ്സ് hnRNA, അപ്പോൾ അത് ശരിയാണ് അല്ലേ? അപ്പോൾ 1 and 4 കറക്റ്റാണ്. 1 and 4 കറക്റ്റ് എന്ന് പറയുന്നത് 4th ഓപ്ഷനാണ്. ഓക്കെ. Then question number 21. A haploid plant produces male or female gametes by. അപ്പോൾ ഹാപ്ലോയിഡ് പ്ലാന്റ് എന്നുള്ളതല്ല, ഏത് ഓർഗാനിസം ആണെങ്കിലും ഹാപ്ലോയിഡ് ഓർഗാനിസം ഗമീറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ മൈറ്റോസിസ് തന്നെ നടക്കണം. കാര്യം ഗമീറ്റ്സും ഹാപ്ലോയിഡാണ്. അപ്പോൾ ബൈനറി ഫിഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വരുന്നതാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എ മൈറ്റോസിസ് ആണ്. അപ്പോൾ ആൻസർ മൈറ്റോസിസ് 2. അക്കോർഡിംഗ് ടു ഡാർവിൻ, ഇത് NCERT എവല്യൂഷനിൽ ഡാർവിനിസത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ഡാർവിൻ, എവല്യൂഷൻ ഇസ് എങ്ങനെയാണ് നമ്മൾ എവല്യൂഷനെ പറയുക? എവല്യൂഷൻ ഇസ് സഡൻ ബട്ട് ഡിസ്കണ്ടിന്യൂസ്, സ്ലോ ഗ്രാജുവൽ ബട്ട് കണ്ടിന്യൂസ്, സ്ലോ സഡൻ ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്, സ്ലോ ആൻഡ് ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോൾ എവല്യൂഷനെ കുറിച്ച് ഡാർവിൻ പറഞ്ഞിരിക്കുന്നത് സ്ലോ ആണ്, ഗ്രാജുവൽ ആണ്, ബട്ട് ദാറ്റ് ഈസ് ഹാപ്പനിങ് കണ്ടിന്യൂസ്ലി. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഡിസ്കണ്ടിന്യൂസ് വരുന്നത് ഹ്യൂഗോ ഡെവറിസിലാണ് പറയുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ബെനൈൻ ട്യൂമേഴ്സ്, ബെനൈൻ എന്ന് പറഞ്ഞാൽ ഹാംലെസ് ട്യൂമറാണ്, അവർക്ക് മെറ്റാസ്റ്റാസിസ് ഇല്ല. പിന്നെ ഹെറോയിൻ ആക്സലറേറ്റ് ബോഡി ഫങ്ഷൻസ് അല്ല, ഹെറോയിൻ ഇസ് എ ഡീആക്സലറേറ്റർ, ഡിപ്രസൻസ്. Malignant tumors may exhibit metastasis. Malignant tumor എന്ന് പറഞ്ഞാൽ harmful or cancerous tumor, they have the property of metastasis. Metastasis എന്ന് പറഞ്ഞാൽ ability of cells to move from one part of the body to other part. Patients who have undergone surgery are given cannabinoids അല്ല, opium drugs ആണ് കൊടുക്കുന്നത്. So the correct option is option 3 എന്ന് നമുക്ക് പറയാം. Saheli is an oral contraceptive for female. Surgical method of sterilization for female is called tubectomy. Diaphragm for female, diaphragm is used by males alla, diaphragm is used by females ആണ്. Saheli എന്ന് പറയുന്നത് is an oral contraceptive, non-steroid pill. It is once a week pill developed by CDRI, Central Drug Research Institute, Lucknow. It contains a chemical which resembles estrogen. സോ ഈസ്ട്രജൻ ബൈൻഡിങ് സൈറ്റ് ഓഫ് ദ യൂട്രസിൽ ഈ ഡ്രഗ് പോയി ബൈൻഡ് ചെയ്യും, ആൻഡ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ പ്രിവെൻറ്റിങ് ഇംപ്ലാന്റേഷൻ. പിന്നെ നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ് ചെയ്യേണ്ടത്. നോക്കുക, ബാക്കിയൊക്കെ സുവോളജി പോർഷനിൽ വരുന്നതാണ്. Cry2AB and Cry1AB produce toxins that control. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിനകത്ത് തന്നെ ഈ ക്രൈജീൻ്റെ കുറച്ച് ടൈപ്പുകൾ കൊടുത്തിട്ട് അതുണ്ടാക്കുന്ന ക്രിസ്റ്റൽ പ്രോട്ടീൻ ടോക്സിൻ ഏത് ഇൻസെക്റ്റിനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാതെ പഠിച്ചാലേ പറ്റുള്ളൂ. Cry2AB ചെയ്യുന്നത് കോട്ടൺ ബോൾ വേംസും കോൺബോറേഴ്സുമാണ് അല്ലേ? അപ്പം Cry2AB കോട്ടൺ ബോൾ വേംസും, Cry1AB കോൺബോററിനെയുമാണ്. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ അത് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആൻസർ ആയതുകൊണ്ട് നമുക്ക് ബാക്കി വായിക്കുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ വരില്ല. അതൊന്നും ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുവേ. സോ ഓപ്ഷൻ 1. Then question number 26. A cross involving parents differing only in one trait. ഓക്കെ. അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസിൽ നമ്മളെടുക്കുന്ന പ്യുവർ ലൈൻ പാരൻസ് വിത്ത് ഓൺലി വൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ, അതായത് ഒരു ക്യാരക്ടറിൽ മാത്രം വ്യത്യാസം, ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം സെയിം ആയിട്ട് വരുന്ന പ്യുവർ ലൈൻ പാരൻസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന ക്രോസാണ് എന്ത്? മോണോഹൈബ്രിഡ് ക്രോസ് അല്ലേ? അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരു അതിന് മോണോഹൈബ്രിഡ് ക്രോസിൽ കിട്ടുന്ന ഒരു ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ മോണോഹൈബ്രിഡ് എന്ന് വിളിക്കുന്നത്. സോ തേർഡ് ഓപ്ഷൻ. ഓക്കെ. ദെൻ 27 ആണ് അടുത്ത്. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. തന്നിരിക്കുന്നതെന്ന് ഓഡ് വൺ. എംബ്രിയോസാക്, മൈക്രോപൈൽ, ന്യൂസിലസ്, പോളൻ ഗ്രെയിൻ. എംബ്രിയോസാക്ക്, മൈക്രോപൈൽ, ന്യൂസിലസ് ഒക്കെ
ഓവ്യൂളിനകത്ത് കാണുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആണ്. പോളൻ ഗ്രെയിൻ മെയിൽ ഗെമിറ്റോഫൈറ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഓഡ് വൺ അല്ലേ. അതും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ നമുക്ക് ആ ഒരു ലെവലിൽ നമുക്ക് ആലോചിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് തീർത്തും അശ്രദ്ധ കൊണ്ട് മാത്രമേ തെറ്റത്തുള്ളൂ, അല്ലാതെ തിയറി അറിയാത്തതുകൊണ്ട് നമുക്കങ്ങനെ തെറ്റാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്തായാലും. ദാൻ അഗരോസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ് ഈസ് യൂസ്ഡ് ഇൻ സ്പെക്ട്രോഫോട്ടോമെട്രി ഒന്നും നമുക്ക് പഠിക്കാനില്ല. ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ അഗാർ അഗാറാണ് ഉപയോഗിക്കുന്നത്, അഗരോസ് ആയിട്ടല്ല അഗാർ അഗാറായിട്ടാണ് ഉപയോഗിക്കുന്നത്. PCR നമ്മൾ പിന്നെ അത് ഉപയോഗിക്കുന്നേ ഇല്ല. അപ്പോൾ പ്യൂരിഫൈഡ് ഫോം ഓഫ് അഗാർ അഗാറാണ് അഗരോസ് എന്ന് പറയുന്നത്. നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിൻ്റെ മീഡിയം ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 4th ഓപ്ഷനാണ് ആൻസർ. ദാൻ ക്വസ്റ്റ്യൻ നമ്പർ 29. ഓക്കെ, ലൈക്കൻ ഇൻഡിക്കേറ്റ് സൾഫർ ഡയോക്സൈഡ് പൊല്യൂഷൻ ബിക്കോസ് ദേ. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് പൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒത്തിരി ഇൻഡസ്ട്രീസും ഒത്തിരി വെഹിക്കിൾസും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് എങ്കിൽ സൾഫർ ഡയോക്സൈഡ് പൊല്യൂഷൻ ഒത്തിരി ഉണ്ടാവും. ആ ഭാഗങ്ങളിൽ ലൈക്കൻ വളരെയല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്ററാണ് അല്ലേ. അപ്പോൾ ഷോ അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചെ, അതൊക്കെ അത് തന്നെയാണ്. പക്ഷെ അതുകൊണ്ടല്ലല്ലോ അത് സൾഫർ ഡയോക്സൈഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗ്രോ ഫാസ്റ്റർ ദാൻ അതേഴ്സ്, ആർ സെൻസിറ്റീവ് ടു സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് ഉള്ളത് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അവിടെ ഭാഗങ്ങളിലൊന്നും തന്നെ ലൈക്കൻ വളരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലറിഷ് ഇൻ സൾഫർ ഡയോക്സൈഡ് റിച്ച് എൻവയോൺമെൻറ്റ് വരില്ല. ആർ സെൻസിറ്റീവ് ടു സൾഫർ ഡയോക്സൈഡ് 3rd ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. The part of fallopian tube closer to the ovary, ഓവറിയോട് ചേർന്നിരിക്കുന്ന ഭാഗം is infundibulum എന്ന് നമുക്ക് പറയാം. Part of the fallopian tube closer to the ovary is a infundibulum. 31. നോക്കാം. ഇൻ ഹെർഷെ ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ്സ് റേഡിയോ ആക്റ്റീവ് P32 വാസ് യൂസ്ഡ് ടു കൾച്ചർ ബാക്ടീരിയോഫേജസ് വിച്ച് റിസൾട്ടഡ് ഇൻ റേഡിയോ ആക്റ്റീവ്. അപ്പം ഹെർഷെ ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റിലാണ് ദാറ്റ് വാസ് ദ അൺഇക്വിവോക്കൽ പ്രൂഫ് ദാറ്റ് DNA is a genetic material അല്ലേ. അൺഇക്വിവോക്കൽ പ്രൂഫായിരുന്നു. അപ്പോൾ അങ്ങനെ P32 വാസ് യൂസ് ടു കൾച്ചർ ബാക്ടീരിയോഫേജസ്. അപ്പോൾ P32 ഉള്ള കൾച്ചർ മീഡിയത്തിലിട്ട് വളർത്തുന്ന ബാക്ടീരിയോഫേജസിൻ്റെ DNA-ലായിരിക്കും ഫോസ്ഫറസ് കാണുന്നത്, അല്ലാതെ പ്രോട്ടീൻ കോട്ടിൽ കാണില്ല. പ്രോട്ടീൻ കോട്ടിൽ റേഡിയോ ആക്ടിവിറ്റി കാണുന്ന ഏത് ബാക്ടീരിയോഫേജിലാണ്? റേഡിയോ ആക്റ്റീവ് സൾഫർ S35 വളർത്തുന്ന ബാക്ടീരിയോഫേജസിലാണ് കാണുന്നത്. ഇത് P32 ആണ്. അപ്പോൾ DNA-ലാണ് കാണുന്നത്. അപ്പോൾ വൈറൽ DNA-ലാണ്, ബാക്ടീരിയൽ ക്യാപ്സ്യൂളിലോ വൈറൽ പ്രോട്ടീനുകളിലോ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ബാക്ടീരിയയിലോ ഒന്നും ആയിരിക്കില്ല അത് കാണുന്നത്, വൈറൽ DNA-ലാണ് കാണുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ. ദാൻ ക്വസ്റ്റ്യൻ നമ്പർ 32. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ബയോപെസ്റ്റിസൈഡ്? ബയോപെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കാത്ത ഏതാണെന്നാണ് ചോദിക്കണേ. ട്രൈക്കോഡെർമ ഉപയോഗിക്കുന്നുണ്ട് ഈ സോയിൽ ബോൺ പാത്തജൻസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്. ന്യൂക്ലിയോ പോളിഹിഡ്രോ വൈറസ് ഭയങ്കര സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് നമ്മൾ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ഇൻസെക്റ്റിനെ മാത്രം കൊല്ലുന്നതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വൈറസാണ് NPV എന്ന് പറയുന്നത്. ബാസിലസ് തുരിഞ്ചിയൻസിസ് നമ്മൾ PT കോട്ടനൊക്കെ ഉണ്ടാക്കാനായിട്ട്, അതുപോലെ ബാസിലസ് തുരിഞ്ചിയൻസിൻ്റെ സ്പോറുകളും ഒക്കെ നമ്മൾ ബയോപെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സാന്തോമോണാസ് ക്യാമ്പസ്ട്രസ്, അതാണ് ഈ ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിഫേഴ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് അസുഖം ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരിക്കലും പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കുകയില്ല. അപ്പോൾ 3rd ഓപ്ഷനാണ് ആൻസർ. ദാൻ ക്വസ്റ്റ്യൻ നമ്പർ 33. Which one of the following types of organisms occupy more than one trophic level in a pond ecosystem? യെസ്, അതായത് ഒരു ട്രോഫിക് ലെവലിൽ കൂടുതൽ പോണ്ട് ഇക്കോസിസ്റ്റത്തിൽ നിൽക്കുന്ന ആരാണെന്നാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഓർഗാനിസം ഓക്കുപ്പൈ മോർ ദാൻ വൺ ട്രോഫിക് ലെവൽ ഇൻ എ പോണ്ട് ഇക്കോസിസ്റ്റം? ഫൈറ്റോപ്ലാങ്ക്ടൺ ഫസ്റ്റ് ട്രോഫിക് ലെവലാണ്, സൂ പ്ലാങ്ക്ടൺ സെക്കൻഡ് ട്രോഫിക് ലെവലാണ്, ഫ്രോഗും സെക്കൻഡ് ട്രോഫിക് ലെവലിലൊക്കെ വരത്തുള്ളൂ കേട്ടോ. ഫ്രോഗ് വരത്തുള്ളൂ. അതിൻ്റെ മുകളിലോട്ട് പിന്നെ വേണമെങ്കിൽ 3rd ട്രോഫിക് ലെവലിൽ വരാം. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് പോകത്തില്ല. പക്ഷേ ഫിഷ് ഒത്തിരി വരാം. കാരണം സ്മോൾ ഫിഷസ് ഉണ്ട്, ലാർജ് ഫിഷസ് ഉണ്ട്, അതിനേക്കാളും വലിയ ഫിഷസ് ഉണ്ട്. അപ്പം ഫിഷിന് ഫൈറ്റോപ്ലാങ്ക്ടനെയും കഴിക്കാം, സൂ പ്ലാങ്ക്ടനെയും കഴിക്കാം, ഫ്രോഗിൻ്റെ മുട്ട ടാഡ്പോൾസിനെ കഴിക്കാം, കുഞ്ഞു ഫിഷസിനെ വലിയ ഫിഷസ് എടുത്ത് കഴിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ കമ്പാരിറ്റീവ്ലി നമ്മൾ ഫ്രോഗും ഫിഷും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഫിഷ് തന്നെയാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ കേട്ടോ. 1. Then question number 34. The Air Act was amended in 1987 to include one of the following as pollutant. Air Act, Air Prevention and Control of Pollution Act ആണത് 1987 തിരുത്തി എഴുതിയായിരുന്നു, അത് പുതുക്കി എഴുതിയായിരുന്നു. അപ്പോൾ അതിലെ നോയ്സിനെയും കൂടെ ഒരു എന്താക്കി എയർ പൊല്യൂട്ടൻ്റ് ആക്കി മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നോയ്സ്. ഓക്കെ. Then question number 35. The BT toxin is not toxic to human beings because നമുക്കത് കുഴപ്പമില്ല, BT toxin കുഴപ്പമില്ല എന്നാണ് പറയപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്നാണ്
ഇൻസെക്റ്റിൻ്റെ ഗട്ടിലെ ആൽക്കലൈൻ പി എച്ചിലാണത് സോലിബിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വെറും ഒരു ക്രിസ്റ്റലാണ്. അപ്പം നമ്മുടെ സ്റ്റൊമക്കിൽ അസിഡിക് പി എച്ച് ആണ്. അപ്പം അത് കഴിഞ്ഞാണ് പിന്നെ ഗട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അന്നേരം അവിടെ അത് ന്യൂട്രലൈസ് ചെയ്യപ്പെടുകയാണ്, അത് ക്രിസ്റ്റൽ ഫോമിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് പ്രശ്നമില്ല. ദ പ്രോടോക്സിൻ ഈസ് ഇൻ ആക്ടിവേഷൻ. പ്രോടോക്സിൻ ആക്ടിവേഷൻ റിക്വയർസ് ടെമ്പറേച്ചർ അബവ് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ അല്ല. ദ ബീറ്റി ടോക്സിൻ ഓർഗനൈസസ് ഓൺലി ഇൻസെക്ട് സ്പെസിഫിക് ടാർജറ്റ്. അങ്ങനെ വേണമെന്നില്ല കേട്ടോ. ദ ബീറ്റി ടോക്സിൻ ഫോർമേഷൻ ഫ്രം പ്രീ ബീറ്റി ടോക്സിൻ റിക്വയർസ് പി എച്ച് ലോവർ ദാൻ ദാറ്റ് പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ സ്റ്റൊമക്. പി എച്ച് ലോവർ അല്ല, പി എച്ച് ഹയർ, ആൽക്കലൈൻ പി എച്ച് വേണമല്ലോ. കൺവേർഷൻ ഓഫ് പ്രോ ബീറ്റി ടോക്സിൻ ടു ബീറ്റി ടോക്സിൻ ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ഹൈലി ആൽക്കലൈൻ കണ്ടീഷൻ. അത്രയും ആൽക്കലൈൻ കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 4th ഓപ്ഷനാണ് ആൻസർ. ദാൻ ക്വസ്റ്റ്യൻ നമ്പർ 36. Given below is a sample of a portion of DNA strand giving the base sequence on the opposite strands. അപ്പം 5-3- രണ്ട് DNA-യുടെ 2 സ്ട്രാൻഡ് തന്നിട്ടുണ്ട്. GAATTC അത് കാണുമ്പോഴേ അറിയാം ഇറ്റ് ഈസ് എ റെഗനേഷൻ സൈറ്റ് ഓഫ് റെസ്ട്രിക്ഷൻ ആൻഡ് ന്യൂക്ലിയസ് ഇക്കോ-R1 പാലൻഡ്രോമിക് സീക്വൻസ് റെഗനേഷൻ സൈറ്റ് ആണ്. റെപ്ലിക്കേഷൻ കംപ്ലീറ്റഡ്, ഡെലീഷൻ മ്യൂട്ടേഷൻ, സ്റ്റാർട്ട് കോഡോൺ അറ്റ് ദ 5' ഒന്നും അല്ല, പാലൻഡ്രോമിക് സീക്വൻസ് ഓഫ് ബേസ് പെയർസ് ആണ് ഈ തന്നിരിക്കുന്നത്. സോ 4th ഓപ്ഷൻ ഈസ് ദ ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 37. ഓക്കെ, മാച്ച് ചെയ്യാനാണ്. ഓക്കെ, കുറച്ച് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളുകൾ തന്നിട്ടുണ്ട്. ഏത് പ്ലാന്റ് ആണത് കാണിക്കുന്നതെന്നാണ് പറയേണ്ടത്. ഓക്കെ, ജമ്യൂൾസ് ഉണ്ടാക്കുന്നത് സ്പോഞ്ചസ് ആണ് അല്ലേ. പെരിഫ്ര, സ്പോഞ്ചസ്, ജമ്യൂൾസ് എൻഡോജീനസ് ബഡുകളാണ്. ലീഫ് ബഡ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ബ്രയോഫിലത്തിനാണ്. ലീഫ് ബഡ്സ്. ബൾബിൽ കാണുന്നത് അഗേവ്. ഓഫ്സെറ്റ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വാട്ടർ ഹയാസിൻ്റെ ഐക്കോർണിയ, കൊണീഡിയ പെൻസിലിയം എന്ന് പറയുന്ന ഫംഗസ്. സോ 45132 45132 ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 38. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി ഓഫ് എ ജിയോഗ്രഫിക്കൽ റീജിയൻ റെപ്രസെൻറ്റ്സ്. എന്താണ് ബയോഡൈവേഴ്സിറ്റി? എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ദ റീജിയൻ അല്ല. ദ ഡൈവേഴ്സിറ്റി ഇൻ ദ ഓർഗാനിസംസ് ലിവിങ് ഇൻ ദ റീജിയൻ. ഒരു റീജിയനിൽ എത്രത്തോളം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ജെനറ്റിക് ഡൈവേഴ്സിറ്റി ഇൻ ദ ഡോമിനൻറ്റ് സ്പീഷീസ് ഓഫ് ദ റീജിയൻ അല്ല. സ്പീഷീസ് എൻഡമിക് ടു ദ റീജിയനും അല്ല. ദ ഡൈവേഴ്സിറ്റി ഇൻ ദ ഓർഗാനിസംസ് ലിവിങ് ഇൻ ദ റീജിയൻ അല്ലേ, സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 39. Which among the following is not produced by distillation of fermented broth? അതായത് അൺഡിസ്റ്റിൽഡ് ബിവറേജ് ഏതാണെന്നാണ് ചോദിക്കണേ. വിസ്കി ഡിസ്റ്റിൽഡ് ആണ്. വൈനും ബിയറും അൺഡിസ്റ്റിൽഡ് ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ആൽക്കഹോളിക് കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ ബോത്ത് 2 and 3 ആണ് ആൻസർ. Question number 40. Mother's milk during the initial days of lactation is called colostrum, which is rich in IgA antibodies. അപ്പോൾ മദേഴ്സ് മിൽക്ക് എന്ന് പറയുന്നത് is rich in IgA antibodies. ആൻറ്റിബോഡീസ് ആർ ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. IgA ഉള്ളത് മദേഴ്സ് മിൽക്കിലാണ്. Which of the following is correct about Mendel's statement? Mendel's statement കറക്റ്റ് ചെയ്താന്നാണ്. 7 characters, 7 pair traits. 7 characters, 7 pair traits. 7 pair characters, 7 traits. 7 characters, 7 traits. 7 pair characters, 7 pair traits. ഇത് ശരിക്കും എന്താ പറയുക, എപ്പോഴും പിള്ളേർക്ക് കൺഫ്യൂഷൻ ആവുന്നതാണ്. മെൻഡൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾക്ക് എടുത്തിരിക്കുന്നത് 7 ക്യാരക്ടേഴ്സാണ്. നമുക്ക് ടെക്സ്റ്റിനകത്ത് ഒരു ബോക്സിൽ 7 ക്യാരക്ടേഴ്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടറിനും 2 വീതം കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് ഉണ്ട്. അതായത് മൊത്തം 14 വെറൈറ്റീസാണ്. 14 ട്രെയ്റ്റ്സ് 14 വെറൈറ്റീസാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, 7 പെയർസ് ഓഫ് ട്രെയ്റ്റ്സ് എന്ന് പറയും. 7 ക്യാരക്ടറും 7 പെയർസ് ഓഫ് ട്രെയ്റ്റ്, അതായത് 14 ട്രെയ്റ്റ്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ വന്നിട്ടുണ്ട്. 7 ട്രെയ്റ്റ് അല്ലല്ലോ, 7 പെയർ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 7 പെയർ ക്യാരക്ടർ അല്ല, 7 ക്യാരക്ടേഴ്സ്. അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ എക്സ്പ്രസിബിൾ ഫോമാണ് നമ്മൾ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ 2 കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് ആണ് ടോളും ഡ്വാർഫും. അപ്പം മനസ്സിലായില്ലേ? അപ്പോൾ 7 ക്യാരക്ടർ എന്ന് പറയുമ്പോൾ 7 into 2 14 ട്രെയ്റ്റ്സ് വരും. 7 into 2 അപ്പോൾ 7 പെയർസ് ഓഫ് ട്രെയ്റ്റ്സ്. ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, Given below is a diagrammatic sketch of a portion of human male reproductive system. Select the correct set of names of the labeled A, B, C and D.
എ എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ഡിഫറൻസ് ആണ്. നൗ ബി എന്ന് പറയുന്നത് ഇസ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ബി ഇസ് സെമിനൽ വെസിക്കിൾ. പടം ക്ലിയർ അല്ല. ബി ഇസ് സെമിനൽ വെസിക്കിൾ, സി ഇസ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് ഡി NCERT പിക്ചറാണ്. അപ്പോൾ നമ്മളത് നോക്കുക. NCERT പിക്ചർ നോക്കുക. യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് ഓപ്ഷൻ 1, റൈറ്റ്? Which of the following relations is correct regarding GPP and NPP of an ecosystem? GPP എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അതിൽ നിന്ന് റെസ്പിറേഷൻ റേറ്റ് കുറച്ചിട്ട് അടുത്ത ട്രോഫിക് ലെവലിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പം നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. അതാണ് വരേണ്ടത്. അപ്പം നമുക്ക് നോക്കാം ഓപ്ഷൻ. NPP ഈസ് ഈക്വൽ ടു GPP മൈനസ് ആനിമൽ കൺസംഷൻ അല്ല. NPP ഈസ് ഈക്വൽ ടു GPP പ്ലസ് അല്ല, മൈനസ് ആണ്. അപ്പോൾ തേർഡ് ഓപ്ഷൻ വരുന്നുണ്ട്. NPP ഈസ് ഈക്വൽ ടു GPP മൈനസ് പ്ലാന്റ് റെസ്പിറേഷൻ. അപ്പോൾ തേർഡ് ഓപ്ഷനാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 44 ആണ്. A collection of plants and seeds having diverse alleles of all the genes of a crop is called. എന്താണ്? ഒരു സ്പീഷീസിലെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള അലീൽസിനെയും അലീൽസിനെയും ചേർത്ത് പറയുന്ന പേരാണ് ജേം പ്ലാസം. അപ്പോൾ നമ്മളൊരു സ്പീഷീസിലെ മാക്സിമം വെറൈറ്റീസ് നമ്മൾ കളക്ട് ചെയ്താൽ ആ സ്പീഷീസിലെ ജീനുകളുടെ എല്ലാ അലീൽസും നമ്മൾ കളക്ട് ചെയ്തു എന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് എ ജേം പ്ലാസം കളക്ഷൻ. പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പും അത് തന്നെയാണ്. കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി എന്ന് പറയുന്നതിൽ ജേം പ്ലാസമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, അല്ലേ? സോ സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ. Miller's experiment to prove a biogenic molecule evolution of life. Which molecule was not present in Miller's experiment? Miller's experiment, the conditions of the atmosphere of the earth at the time of life formation. Appo water, methane, ammonia, oxygen was not present. Oxygen ഉണ്ടായത് ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ മില്ലർ എക്സ്പെരിമെൻറ്റിൽ ഹി നെവർ യൂസ്ഡ് ഓക്സിജൻ എന്ന് നമുക്ക് പറയാം. Which one of the following is the most widely accepted method of contraception in India? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. We call it as IUDs എന്ന് പറയും. Then, question number 47. Okay, the pitch of DNA helix pitch 6.8 nanometer, 3.4 nanometer, 1.8 nanometer, 2.5 nanometer. പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആലോചിച്ച് നോക്കുക. അതിലതാ ഇങ്ങനെ ഒരു ടേണിനെയാണ് നമ്മൾ ഒരു പിച്ച് അല്ലെങ്കിൽ ഒരു ഗയർ എന്നൊക്കെ പറയുവേ. അപ്പോൾ ഇതിൻ്റെ ലെങ്താണ് 34 ആങ്സ്ട്രോം ഓർ 3.4 നാനോമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു പിച്ചിൽ 1 2 3 4 5 6 7 8 9 10 നൈട്രജൻ ബേസ് പെയേഴ്സാണുള്ളത് ഒരു ടേണിൽ അല്ലെങ്കിൽ ഒരു പിച്ചിൽ. അപ്പോൾ രണ്ട് അഡ്ജസൻറ്റ് നൈട്രജൻ ബേസ് പെയേഴ്സിന് ഇടയ്ക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് 3.4 ആങ്സ്ട്രോം ഓർ 0.34 നാനോമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ പിച്ചിൻ്റെ നീളമാണ് ചോദിക്കുന്നത്. സോ 3.4 നാനോമീറ്റർ ആണ് ആൻസർ. അതായത് സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ. ഓക്കെ, അടുത്ത് പോളൻ ഗ്രെയിൻസ് ആർ ഷെഡ് അറ്റ് വിച്ച് സ്റ്റേജ്? പോളൻ ഗ്രെയിൻസ് പുറത്തു വരുന്നത് 60% ആൻജിയോസ്പേംസിലും 2 സെൽഡ് സ്റ്റേജിലാണ്. എന്നാൽ 40% ബാക്കി ഉള്ളതിൽ 3 സെൽഡ് സ്റ്റേജ്. 2 സെൽഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും. 3 സെൽഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു വെജിറ്റേറ്റീവ് സെല്ലും 2 മെയിൽ ഗമീറ്റ്സും. ഓൾറെഡി പുറത്ത് വരുന്നതിന് മുന്നേ പോളൻ ഗ്രെയിൻസ് ആന്ധ്ര പൊട്ടിച്ച് പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ ജനറേറ്റീവ് സെൽ മൈറ്റോട്ടിക്കലി ഡിവൈഡ്സ് ഇൻടു 2 മെയിൽ ഗമീറ്റ്സ്. മറ്റേ കേസാണെങ്കിലോ പോളൻ ട്യൂബിനകത്ത് വെച്ചാണ് ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗമീറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ 2 or 3 സെൽഡ് സ്റ്റേജ് എന്നുള്ളതാണ് ആൻസർ. സോ തേർഡ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എടുത്തില്ലല്ലോ. യെസ്, pollen grains are shed at which stage? 2 or 3 cell stage. Third option. Okay. Then question number 49. Okay. Consider the following 4 statements about certain desert animals such as kangaroo rat. Desert animals are
they have dark color and high rate of reproduction and excrete solid urine. സോളിഡ് യൂറിൻ ഒക്കെ ഓക്കെയാണ് കേട്ടോ, ഹൈ റേറ്റ് ഓഫ് റീപ്രൊഡക്ഷനും ഒന്നുമില്ല, ഡാർക്ക് കളേർഡും അല്ല കേട്ടോ, ലൈറ്റ് കളേർഡാണ്, എന്നാലേ ചൂട് ശരീരത്തിൽ തങ്ങി നിൽക്കാതെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അത് തെറ്റ്. ദേ ഡു നോട്ട് ഡ്രിങ്ക് വാട്ടർ, അത് ഓക്കെ. ബ്രീത്ത് അറ്റ് എ സ്ലോ റേറ്റ്, അത് ഓക്കെ. ടു കൺസർവ് വാട്ടർ ആൻഡ് ഹാവ് ദെയർ ബോഡി കവേർഡ് വിത്ത് തിക്ക് ഹെയർസ് ഒന്നുമില്ല കേട്ടോ, ഹെയർസ് തീരെ കുറവാണ്. ദേ ഫീഡ് ഓൺ ഡ്രൈ സീഡ്സ് ആൻഡ് ഡു നോട്ട് റിക്വയർ ഡ്രിങ്കിങ് വാട്ടർ, അതൊക്കെ, അത് ശരിയാണ്. ദേ എക്സ്ക്രീറ്റ് വെരി കോൺസെൻട്രേറ്റഡ് യൂറിൻ ആൻഡ് ഡു നോട്ട് യൂസ് വാട്ടർ ടു റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ, അത് നോക്കണം. അത് മെറ്റബോളിക് വാട്ടർ മാത്രമാണ് അവർ ബോഡിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3ഉം 4ഉം ശരിയാണ്. അപ്പോൾ 3 and 4 കറക്റ്റ് എന്ന് പറയുമ്പോൾ തേർഡ് ഓപ്ഷനാണ് ആൻസർ അല്ലേ. ദ നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 50. The formula of growth rate for population in given time. ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, നമ്മളിങ്ങനെയുള്ള ഫോമുലയൊക്കെ കാണാതെ പഠിച്ച് വെക്കുക എന്നുള്ളതാണ്. dt/dn = rn അല്ല, dt/rn = dn അല്ല, dn/dt അല്ലേ, പോപ്പുലേഷൻ ഡെൻസിറ്റി dn/dt = rn, ദാറ്റ് ഇസ് ആൻസർ. അപ്പോൾ അങ്ങനെയുള്ള ഫോമുല വെച്ചിട്ട് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും വരുമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതുപോലെ ഫോമുലാസ് ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് മാറ്റി മറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് കാണുമ്പോൾ എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പോൾ തേർഡ് ഓപ്ഷനാണ് ആൻസർ. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. സീ യു, ഗുഡ് ബൈ.